കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. സാർ വളരെ നന്ദിയുണ്ട് സാർ. വാ മോളെ. താങ്ക്സ്. സാർ പറഞ്ഞത് കറക്റ്റാണ്. സാർ അയച്ച IP അഡ്രസ്സിന്റെ ലൊക്കേഷൻ ഇതാണ്. അടുത്തുള്ള വീടുകളിൽ ചോദിച്ചപ്പോൾ 2-3 മാസമായിട്ട് ഇവിടെ ആളുണ്ടെന്നാണ് പറയുന്നത്. അകത്ത് 2 പേരുണ്ട് സാർ. സാർ നടന്ന കാര്യങ്ങളെല്ലാം ഏതോ സാത്താന്റെ കളിയാണെന്നാ ഞാൻ വിചാരിച്ചേ. ഇങ്ങനെ ലോക്കാവുമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? എഴുതുന്നെല്ലാം നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയല്ലേ നിങ്ങളുടെ ആള്. ഞാൻ രവിയുടെ അഡ്രസ്സിലുണ്ടായിരുന്ന വീട്ടിലേക്ക് പോയതേ അയാൾക്കറിയില്ല. കാരണം ഈ 2 വിഷയത്തെപ്പറ്റി ഞാൻ ആരോടും സംസാരിച്ചതേയില്ല. സംസാരിച്ചാലല്ലേ നിനക്കത് അറിയിക്കാൻ പറ്റൂ. സിദ്ധാർത്ഥ് വെള്ളമടിച്ച് കാർ എങ്ങനെ ഓടിക്കുന്നെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതും നിന്റെ കൺട്രോളിൽ തന്നെയായിരുന്നു. നീ ആരാ എന്താ എല്ലാ ബാക്ക്ഗ്രൗണ്ടും എനിക്കറിയാം. ഇനി നടക്കാൻ പോകുന്ന എന്താന്ന് ഞാൻ അങ്ങോട്ട് പറയട്ടെ. പൂജയും സിദ്ധാർത്ഥനെയും രക്ഷിച്ച വിക്രം കുമാർ ഇതിന് കാരണക്കാരനായ രവി എൻകൗണ്ടർ ചെയ്ത് കൊന്നുകളഞ്ഞു. ഇതും താനങ്ങോട്ട് എഴുത്. Mr. Vikram, thank you very much for bringing my daughter back home safe. പക്ഷേ ഈ കേസിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. You mean ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ വന്ന ക്യാബ് ഡ്രൈവറാണോ? But you shot him. അവൻ എങ്ങനെ വന്നു, ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ല മാം, അവനിപ്പോൾ എൻ്റെ കസ്റ്റഡിയിലുള്ളത്. വന്നത് അവൻ തന്നെയാ, പക്ഷെ പേര് വേറെയാ. രാഹുലും രവിയും ട്വിൻസാണ്. അപ്പോൾ ആ റൈറ്റർ സുബ്രഹ്മണി? അതിവരുണ്ടാക്കിയൊരു സെറ്റപ്പ്. അവൻ എഴുതുന്നതല്ല നടന്നത്. നടന്ന കാര്യം അവൻ എഴുതി വെച്ചത്. ഞാനൊരു തെറ്റ് ചെയ്തു. അപ്പോഴേ ഞാൻ ആ ഡ്രൈവറിന്റെ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യണമായിരുന്നു. സിദ്ധാർത്ഥിന് പണി കൊടുത്ത് എന്റെ മകളെ തട്ടിക്കൊണ്ടുപോയി എന്നെ ഒരു ദിവസം മുഴുവനും ചുറ്റിക്കറക്കി. ഓൾ റൈറ്റ്, ഇറ്റ്സ് നെവർ ടു ലേറ്റ് വിക്രം. നിങ്ങൾ എനിക്കായി ഒരു ഫൈനൽ ടാസ്ക് ചെയ്യണം. ഇവർ 3 പേര് എപ്പോഴും ഉള്ളത് വരെ എനിക്ക് അപകടം തന്നെയാണ്. സിദ്ധാർത്ഥ്, സുബ്രഹ്മണി, രാഹുൽ, ഈ 3 പേരെ എൻകൗണ്ടർ ചെയ്ത് അടയാളം അറിയാത്തതുപോലെ അവരെ അങ്ങ് നല്ലതുപോലെ ഡിസ്പോസ് ചെയ്യണം. സിദ്ധാർത്ഥിനെ പറ്റി സംസാരിക്കാം. പക്ഷെ അതിനു മുമ്പ് രാഹുലും എഴുത്തുകാരനും ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിന്റെ പിന്നിലുള്ള മാസ്റ്റർ മൈൻഡ്
ഇവരല്ല. അപ്പൊ ആരായിരിക്കും ആ മാസ്റ്റർ മൈൻഡ്? അതിന് നിങ്ങളെല്ലാ സത്യം എന്നോട് തുറന്നു പറയണം. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എന്നോട് തുറന്നു പറയണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? ഞാനതിന് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറഞ്ഞില്ലേ വിക്രം? മാം, ഈ കേസിന് 2 വശങ്ങളുണ്ട്. ഒരു വശത്ത് ഫേക്ക് എൻകൗണ്ടർ, സിദ്ധാർത്ഥിന് പകരം രവി മരിച്ചത്. മറ്റൊരു വശം റേപ്പ് വിക്ടിം. നടന്ന കാര്യങ്ങൾ വെച്ച് ഞാനൊന്ന് ഡീപ്പായിട്ട് തിരഞ്ഞപ്പോൾ എനിക്ക് ആ പഴയ കേസിൽ നിന്ന് ഒരു ചെറിയ ഡീറ്റെയിൽ കിട്ടി. 1 വർഷം മുമ്പ് ആ ഫേക്ക് എൻകൗണ്ടർ നടന്ന അതേ ദിവസം, അതേ നാൾ രാത്രി 7 മണിക്ക് ഹോസ്പിറ്റലിൽ ആ കുട്ടി ക്രിട്ടിക്കൽ കണ്ടീഷൻ തരണം ചെയ്തു എന്ന് അറിയിപ്പ് വന്നു. അടുത്ത 40 മിനിറ്റ്സിനുള്ളിൽ ആ കുട്ടി മരിച്ചു പോയെന്ന് ന്യൂസ് വന്നു. അന്ന് ആ വാർഡിലുണ്ടായിരുന്ന ഹൗസ് സർജനെ ഞാൻ മീറ്റ് ചെയ്തു. ഏറെക്കുറെ 40 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ആ ഹോസ്പിറ്റലിലെത്തി ചീഫ് ഡോക്ടറെ മീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം വാർഡിലുണ്ടായിരുന്ന എല്ലാവരെയും മറ്റൊരു വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ആ പെൺകുട്ടി എങ്ങനെയാ മരിച്ചേ? നിങ്ങൾ എന്തിനാ ചീഫ് ഡോക്ടറെ മീറ്റ് ചെയ്തേ? വിക്രം, എന്താ സംഭവിച്ചെന്ന് അറിയാതെ പറയരുത് വിക്രം. അവള് ജീവിച്ചിരുന്നെങ്കിൽ തന്നെ അവളുടെ ജീവിതം വളരെ ക്രൂരമായിരുന്നിരിക്കും. അതിനുശേഷം അവൾക്ക് കുടുംബപരമായി നല്ലൊരു ജീവിതം ജീവിക്കാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ അവളെ ഇത്രയും മോശപ്പെട്ട സ്ഥലത്ത് നിന്നും നല്ലൊരു സ്ഥലത്തേക്കാണ് പറഞ്ഞയച്ചത്. ഇറ്റ്സ് നോട്ട് മർഡർ, ഇറ്റ്സ് ജസ്റ്റ് മാസിക്കലി. റേപ്പ് ഈസ് നോട്ട് സംതിങ് യു ക്യാൻ ലിവ് വിത്ത്. ഐ നോ ഹെർ ഡിഫിക്കൽട്ടീസ്. പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലായില്ല വിക്രം. മാം, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ആ പെണ്ണ് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യം പുറത്തറിഞ്ഞ് നിങ്ങൾ പിടിക്കപ്പെടും എന്നുള്ള ഭയം. സോ യു കിൽഡ് ഹെർ. നിങ്ങൾ എല്ലാവരുടെ നിന്നും എല്ലാം മറച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് എല്ലാം അറിയാം. ഈ പ്ലാന്റെ മാസ്റ്റർ മൈൻഡ് തന്നെ അവനാ. വാട്ട്? ആരാവൻ? ജനനിക്കൊരു ലവർ ഉണ്ടായിരുന്നു. അവനാണ് ഈ രാഹുലിനെയും സിദ്ധാർത്ഥിനെയും എഴുത്തുകാരനെയൊക്കെ ഈ കേസിൽ ഡിസ്ട്രാക്ഷൻ യൂസ് ചെയ്തേ. അവൻ അവന്റെ മുഖം പോലും കാണിക്കാതെ എല്ലാം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അവനാണ് ഈ കേസിന്റെ മുഴുവൻ മാസ്റ്റർ മൈൻഡ്. അവനോട് ഏറെക്കുറെ അടുത്ത് കഴിഞ്ഞു. ഒരു 24 മണിക്കൂറിനുള്ളിൽ അവൻ എവിടെയുള്ളെന്ന് കണ്ടുപിടിക്കും. അവനെ കിട്ടിയ ഉടനെ അവനെയും ചേർത്ത് എൻകൗണ്ടർ അങ്ങ് ചെയ്തേക്ക്. സിദ്ധാർത്ഥനെ കൊന്നതുകൊണ്ട് നിങ്ങൾക്കല്ലാതെ ഞങ്ങൾക്ക് ആർക്കും ഒരു ഉപയോഗമില്ല. അവനെ ജീവനോടെ പിടിച്ചുകൊണ്ടുപോയി അവന്റെ അച്ഛനെ ഏൽപ്പിച്ച നിങ്ങളെ DGP ആക്കിയ ആളല്ലേ. എന്നെ ഒരു കമ്മീഷണറെങ്കിലും ആക്കാതിരിക്കൂ. എന്നാൽ സിദ്ധാർത്ഥിന് എന്റെ കയ്യിൽ തരികയാണെന്ന പക്ഷം നിങ്ങളുടെ സർവീസിൽ നിങ്ങളുടെ ജീവിതാവസാനം വരെ എന്ത് സമ്പാദിക്കുന്നുവോ അതിന്റെ 10 മടങ്ങിലധികം സെറ്റിൽമെന്റ് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്.